ചേട്ടാ, യൂസഫ് അലിയുടെ ഒരു പ്രസ്താവന വന്നു. അതായത് ലുലു, അതായത് മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കി. അത് കേൾക്കുമ്പോൾ ചിലർക്കൊരു ചൊറിച്ചിലൊക്കെ വരും. കാരണം ഇലക്ഷനൊക്കെ അടുത്ത സ്ഥിതിക്ക് എന്തായാലും അങ്ങനെ ഒരു പ്രസ്താവന യൂസഫ് അലിയെ പോലെ ഒരാളൂടെ പറയുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ ശ്രദ്ധ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ചൊറിച്ചിൽ വരും. പക്ഷെ അതിനുള്ള സാധ്യത എങ്ങനെയാണ്? അതിനുള്ള സാധ്യതകൾ നിലവിലത്തെ രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് നോക്കുമ്പോൾ സാധ്യത കൂടുതലുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് യൂസഫ് അലി അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പലപ്പോഴും അദ്ദേഹത്തിന് വിമർശനമായി വരുന്ന. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കച്ചവടക്കാരനാണ്. കച്ചവടക്കാരന് കൂടുതൽ ലാഭം കിട്ടുന്നിടത്തേക്ക് ആയിരിക്കണം, പിന്നെ തന്നെയല്ല എവിടെ ഭൂമി പതിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ ഈ അശ്രദ്ധമായി നമ്മൾ വായിച്ചു കളയേണ്ട കുറേ കമൻറ്റുകളുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേരളം മുൻപ് എങ്ങുമില്ലാത്ത തരത്തിൽ, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇതിന് മുൻപുണ്ടായിരുന്ന കേരളത്തിനേക്കാൾ വ്യത്യസ്തമായ ഒരു കേരളത്തെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുമായി നേരിട്ട് സംവാദത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് മുഖാമുഖം എന്ന് പറഞ്ഞിട്ട് സംവാദ പരിപാടിയൊക്കെ അദ്ദേഹം പദ്ധതി ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കൃത്യമായി നടപ്പിലാക്കിയെടുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണെന്ന് പറയേണ്ടി വരും. ഇതിന് മുൻപുണ്ടായിരുന്ന ഇപ്പം ഇവരുടെ UDF തന്നെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെ നമുക്ക് പരിഗണിക്കാം. ആദ്യത്തെ നമുക്ക് ഉമ്മൻചാണ്ടിയെ തന്നെ പരിഗണിക്കാം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് ഭയങ്കര ജനനായകൻ എന്നൊക്കെയാണ്, വികസന നായകൻ, ജനനായകൻ എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വിളിക്കുമ്പോഴും ഉമ്മൻചാണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരു വികസനം, ഇന്ന വികസനം ഉമ്മൻചാണ്ടി സർക്കാർ ചൂണ്ടിക്കാണിക്കാൻ പറ്റി തുടക്കമിട്ടു എന്ന് പറയുന്നില്ല. തുടക്കമിട്ടു എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് നമുക്ക് വാസ്തവമുണ്ട്. വിഴിഞ്ഞം പോർട്ട് ചർച്ചയൊക്കെ നടന്നതാണ്. അപ്പം വിഴിഞ്ഞം പോർട്ട് സമരം ചെയ്ത് ഇല്ലാതാക്കിയതാണോ CPM ഉമ്മൻചാണ്ടിയുടെ കാലത്ത്? അല്ല. വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA, കഴക്കൂട്ട MLA, അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാളയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM ആണ്. ഇതുകൂടാതെ ഇടതുപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അന്ന് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു, വിഴിഞ്ഞം വരെ നീണ്ടു നിൽക്കുന്ന. പന്ന്യൻ രവീന്ദ്രനും പിണറായി വിജയനും ഒക്കെ അതിൽ പങ്കാളികളുമായിരുന്നു. അപ്പോൾ ഒരു നാട്ടിൽ വികസനം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ഒരു പാർട്ടിയെ മാത്രമാണ് പാർട്ടിയുടെ പേര് CPM എന്നാണ്. തന്നെയുമല്ല, ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പരിശോധിച്ച് നോക്കൂ. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. കോൺഗ്രസിന് എത്രത്തോളം പ്രാധാന്യം ഇന്നുണ്ട്? ഒരു പ്രാധാന്യവുമില്ല. ഒരു പ്രാധാന്യം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ചീഞ്ഞു നാറിയ അവസ്ഥ, ഒരു ഗതി പിടിക്കില്ല എന്ന് ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടൊരു രാഷ്ട്രീയ. ഇതിനു മുമ്പ് നമ്മുടെ കൺവീനറായിട്ടിരുന്ന UDF-ന്റെ കൺവീനറായിട്ടിരുന്ന MM ഹസൻ തന്നെ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ലൈഫ് മിഷൻ ആണെങ്കിൽ ഇവിടുന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. കിഫ്ബി നമ്മളിവിടെ അവസാനിപ്പിക്കും, ലൈഫ് മിഷൻ പിരിച്ചുവിടും. ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കിഫ്ബി എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ അനിർവചനീയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകൾ, സ്കൂളുകൾ, അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങൾ, ഇതെല്ലാം, പിന്നെ ആശുപത്രി മന്ദിരങ്ങൾ, ഇതെല്ലാം ഉണ്ടായി. നമ്മളെ ഒരു മനുഷ്യന്റെ നിരന്തരമായിട്ടുള്ള ലൈഫിൽ കടന്നു പോകുന്ന പലതിലും ഈ ഒരു പദ്ധതിയുടെ ഒരു തൊട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിക്കാനിടയായ കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം, ആ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണക്കാരായിരുന്നു ശരിക്കും? അന്ന് അച്ചൂമ്മ വന്നെന്ന് പറഞ്ഞ് 50 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് മതി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്തുണ്ടാക്കി വെച്ചു? 50 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി എന്താ ഉണ്ടാക്കി വെച്ച? ഈ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച് നാൾക്ക് നാളെ പിന്നെ തള്ളിയിട്ടാണ് ഇവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടാക്കിയത്. ആ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയോരത്ത് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ദേശം. എത്ര എണ്ണം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്? ഒരെണ്ണം പോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല. FM റേഡിയോ സ്റ്റേഷൻ, FM റേഡിയോ അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി ഫീഡിംഗ് റൂം ഉൾപ്പെടെ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ഇരുന്ന് വായിക്കാൻ പറ്റിയ സ്പേസ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയൊരു പദ്ധതിയാണ്. എന്തായി? അത് തിടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പലയിടങ്ങളിലും. എന്നിട്ട് അതൊന്നും നടപ്പിലാക്കിയ പ്രോജക്റ്റുകളേ അല്ല. അതെ, പിന്നെ ഈ പറയുന്ന പോലെ വയൽക്കിളികളുടെ സമരം കാരണം മാറ്റിവെച്ച ഗെയിൽ വാതക പൈപ്പ് ലൈൻ, അതാരാണ് യാഥാർത്ഥ്യമാക്കിയത്?
അത് പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പം തുമ്മിയാത്തെറിക്കുന്ന മൂക്കുകളാണ് പിന്നെ ഭരണം, അല്ലെങ്കിൽ തുമ്മിയാത്തെറിക്കുന്ന ഒന്നാണ് പിന്നെ ഈ പറയുന്ന പോലെ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിമാർക്കും ഇവിടെ ഒരു കുന്തം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കെ ആന്റണി ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ ഭരണപരിഷ്കാരമാണ് 1-ാം തീയതി പിന്നെ ഇതിന്റെ അവധി, ബാർ അവധി, പിന്നെ ചാരായ നിരോധനം. ഇത് രണ്ടും അല്ലാതെ, അതുകൊണ്ട് തന്നെയാണ് പിന്നീട് 3-2 ഭൂരിപക്ഷം നേടിക്കൊണ്ട് കാര്യം സ്ത്രീകളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു. ചാരായ നിരോധനം വന്നതോടുകൂടി സ്ത്രീകളെ കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അവൈലബിലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റായി ചാരായം എന്ന് പറയുന്ന സാധനം മാറി. അപ്പോൾ പട്ട ഷാപ്പുകളൊക്കെ ആയിരുന്നു, ചാരായ ഷാപ്പുകളായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കള്ള് ഷാപ്പുകളായിരുന്നില്ല. അപ്പം പട്ട കമ്പനികളുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അത് ഓതറൈസ്ഡ് വാറ്റ് സെന്ററുകൾ ഉണ്ടായിരുന്നു. അത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലൊക്കെ വാറ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാറ്റിക്കൊണ്ടുവരുന്ന സാധനം പിന്നെ അവിടുത്തെ ചെറുപ്പക്കാരുടെയൊക്കെ കരൾ നശിപ്പിക്കുന്നു, കുടുംബസ്ഥന്മാർ മരിച്ചു പോകുന്നു. ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഇങ്ങനെ പട്ടച്ചാരായം നിർത്തി, പട്ടച്ചാരായം നിരോധിച്ചു, ചാരായം എന്ന് പറയുന്ന വാറ്റ് നിരോധിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് സ്ത്രീകളുടെ കുറേയധികം വോട്ട് പിടിച്ചു മാറ്റാൻ കഴിഞ്ഞു. അല്ലാതെ നമുക്ക് എടുത്തു പറയത്തക്ക എന്തെങ്കിലും വികസനം ഈ UDF-ന്റെ കാലഘട്ടത്തിൽ സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഏറെക്കാലമായി എനിക്കൊന്ന് കരുണാകരൻ്റെ കാലഘട്ടം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു വിഴിഞ്ഞം പോർട്ട്. അത് ഉമ്മൻചാണ്ടി നടപ്പിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് തറക്കല്ലിട്ട് മടങ്ങി എന്നുള്ളതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് മൂവ് ചെയ്യാൻ ഉമ്മൻചാണ്ടിയെ കൊണ്ട് കഴിഞ്ഞില്ല. ഇവിടെ ദേശീയപാത വികസനം വരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അവിടെ പോയിട്ട് അപ്പോഴും വീതി സംബന്ധിച്ച് കൃത്യമായി ഒരു ഫോർമാറ്റ് അവതരിപ്പിക്കാൻ കഴിയാതെ പോയ അന്ന് പിന്നെ ഈ പറയുന്ന പോലെ ഇവർ തന്നെയായിരുന്നു, UPA സർക്കാർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും വീതി സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ പോയി. ഇപ്പോൾ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം, അവിടെ പിന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ BJP സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഇവിടെ UPA ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ബൃഹത് പദ്ധതി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പാവപ്പെട്ടവരെ തെരുവിലേക്ക് ഇറക്കി ഒരു പന്തലിൽ എത്തിച്ചുകൊണ്ട് അപേക്ഷ സ്വീകരിച്ച് എത്ര അപേക്ഷകൾ തീർപ്പായിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്? എത്ര അപേക്ഷ തീർപ്പായിട്ടുണ്ട്? അതിൽ വളരെ കുറച്ച് മാത്രം, ലക്ഷക്കണക്കിന് മേടിച്ചെങ്കിൽ ആയിരക്കണക്കിന് മാത്രമാണ് അവർ നടത്തിയിട്ടുള്ള തീർപ്പാക്കലുകൾ നടത്തിയിട്ടാക്കിയത്. നമുക്ക് പിന്നെ ജനസമ്പർക്ക പരിപാടി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ പരിപാടിയിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തി എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം. പക്ഷേ അതിലൊക്കെ മാറി ഭൂമി പട്ടയ വിതരണം എന്തോരം പട്ടയങ്ങൾ നമ്മുടെ ഇപ്പൊ കൊടുത്തു തീർത്തു കഴിഞ്ഞു. 4 ലക്ഷത്തിലധികം ഒരു പ്രതിവർഷം കൊടുത്തു തീർത്ത ഒരു സർക്കാരാണ് ഇത്. അപ്പം പട്ടയ വിതരണത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതോടൊപ്പം ഉമ്മൻചാണ്ടി മതി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി കാലത്തെ ഇവിടുത്തെ ഏതോ മഹാബലിക്കാലം പോലെയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ പാടിക്കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഒന്നും ആയിരുന്നില്ല. കെ ആന്റണി തന്നെ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരുന്നു. കെ ആന്റണി എന്ന് പറയുന്ന ഒരാൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ദയനീയമായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു മുഖ്യമന്ത്രി. നാണമുണ്ടോ? ശരിക്കും നാണമുള്ള ഒരാളാണോ? കാര്യം പുള്ളി എന്തിനാണ് ഏൽപ്പിച്ചത്? സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണെന്നേ. ചിലപ്പോൾ ഒരുപാട് പ്രഷറുകൾ ഉണ്ടാവും, സമരങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ആരാണ് തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാതെ എൻ്റെ പാർട്ടി പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പോവുകയാണോ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? അല്ല. ഇവിടെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ 2 തവണ രാജിവെക്കേണ്ടതല്ലേ? അദ്ദേഹം ഇരുന്ന് 2 കാലഘട്ടത്തിലും പിന്നെ ഈ പറയുന്ന പോലെ ലോക്സഭയിൽ ദയനീയ പരാജയമല്ലായിരുന്നു LDF-നുണ്ടായത്. എന്നിട്ട് മുഖ്യമന്ത്രി അതിൽ നിന്ന് മാറിയോ? മുഖ്യമന്ത്രി അതിൽ നിന്ന് മാറി രാജിവെച്ച് പുറത്തു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു മാറ്റവും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ ഈ പറയുന്ന പോലെ വ്യാവസായിക രംഗത്ത് ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? അതോടൊപ്പം തന്നെ ഈ തനത് വരുമാനത്തിന്റെ കാര്യത്തിലും പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിലും കേരളം മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഇടതുപക്ഷ ഭരണത്തിന്റെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഇനി അപ്പുറത്ത് അടുത്ത തവണ കേരളം ഭരിക്കേണ്ട ഒരു പാർട്ടിയിലേക്ക് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇവിടെ LDF-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UDF-ന്റെ സർക്കാരുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇതുവരെ LDF-ന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത തവണ ഇപ്പോൾ ഉമ്മൻചാണ്ടിയും പോയി, കെ ആന്റണിയും പോയി. ഇനി വരാനുള്ള ഒരു സമൂഹമുണ്ട്, വരാനുള്ള ഒരു തലമുറയുണ്ട്. അതായത് ഭരണത്തിലേക്ക് വരാൻ വേണ്ടി എടുക്കുന്ന തലമുറ. ആ തലമുറയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കി. VD സതീശന്, രമേശ് ചെന്നിത്തലയും, KC വേണുഗോപാലും, ഷാഫി പറമ്പിലും, അടൂർ പ്രകാശും, സണ്ണി ജോസഫും, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം അടങ്ങുന്ന ആ ടീമിനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ടീമിനെ വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നമ്മൾ നടന്നു നോക്കിയേ എവിടം വരെ എത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിരുന്നു ചീഞ്ഞു നാറിയ അവസ്ഥയിലാണ്. അതാ പറഞ്ഞത്, ആ ഒരു അവസ്ഥയിലോട്ട് സംസ്ഥാനവും പോവും. അതെ, ഇവരൊക്കെയാണ് ഭരണത്തിലോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതേ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ കാര്യങ്ങൾ നീങ്ങും. അതെ, ഇതാണ് പറഞ്ഞത്, 2 കാലഘട്ടങ്ങളിലാണ്. ഇപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞു,
ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും കാലഘട്ടം കഴിഞ്ഞു, പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ന് അവർക്ക് പ്രതിരോധിക്കാൻ മാത്രമേ സമയമുള്ളൂ. അവരുള്ളപ്പോ ഒന്നും അല്ലെങ്കിലും ഇങ്ങനെയുള്ള നാണം കെട്ട കാര്യങ്ങൾ കുറച്ച് അതെ കുറവായിരുന്നു അതെ തോന്നുന്നു. നാറിയ കഥകൾ കുറവായിരുന്നു. ഇന്ന് നാറിയ കഥകളാണ്. ഇന്ന് ഓരോ നേതാക്കന്മാരുടെയും കയ്യിലും മറ്റൊരു നേതാവിനെ വീഴ്ത്താൻ വേണ്ട എല്ലാ മെറ്റീരിയലും ഉണ്ട്. കാര്യം അത് ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ബ്ലാക്ക് മെയിലിങ്ങിലൂടെ അങ്ങനെ, അതിന് വേണ്ട എല്ലാ തെളിവുകളടക്കം ശേഖരിച്ചു വെക്കും. ഇപ്പം രമേശ് ചെന്നിത്തലയെ വീഴ്ത്താൻ വേണ്ട എല്ലാ ഐഡിയാസും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയലും ഇപ്പൊ എതിരെ നിൽക്കുന്ന ഏതൊരു നേതാവിന്റെ കയ്യിലും ഉണ്ടാവും. ഇവരെ എല്ലാം വീഴ്ത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു തണ്ടുതുരപ്പൻ കാണും. ആ തണ്ടുതുരപ്പൻ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ടാണ് പലരും ചുമന്നുകൊണ്ട് നടക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും നാറിയവനെ ചുമന്നവനെ നാറും എന്ന് പറഞ്ഞിട്ട് പോലും ചുമക്കേണ്ട ഗതികേട് ഉണ്ടായതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവന്റെ ഈ കുറെ എവിഡൻസ് ഉണ്ടാവുന്നേ. ഇവരെയൊക്കെ വെട്ടിൽ വീഴ്ത്താൻ പറ്റിയ എല്ലാ ഐറ്റവും ഇവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഭയന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർക്ക് ഈ നാളെ ഒരു ഭരണപരമായി ഇപ്പം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഇഞ്ച് മൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇഞ്ച് UDF അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്കോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളോ എവിടെയെങ്കിലും സജീവമായി നടക്കുന്നുണ്ടോ? കൃത്യമായ ഒരു പ്രചരണ പ്രവർത്തനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇതൊന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു UDFന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവ് എവിടെയെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് ചോദ്യം വരും, മറ്റേ രാഹുലിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളൊരു വീട്ടില് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. ലീഗുകാർ അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല. പ്രചരണത്തിനായിട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടവാ. അപ്പൊ പിന്നെ എങ്ങനെ ഒരാളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ പറ്റും? അതുകൊണ്ട് പലയിടങ്ങളിലും ബൂത്ത് തലത്തിൽ പോലുമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ച മട്ടിലാണ്. അതായത് ഈ ഒരു ശരിക്കും പറഞ്ഞ കോൺഗ്രസ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ പോയിട്ടേ ഉണ്ടാവില്ല. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുടെ മുന്നിലോട്ട് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന UDF നേതൃത്വം. അതല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വന്നത്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ 5 വർഷക്കാലം അത് 10 വർഷം പോയി. 10 വർഷം അവരുടെ നഷ്ടപ്പെട്ടു. ഒരു തവണ ഭരണം നഷ്ടപ്പെട്ടു, തൊട്ടടുത്ത വർഷവും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ അവസരം അവർക്ക് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ശരിക്കും റിഫൈൻ ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശുദ്ധീകരിക്കപ്പെടണമായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതിന്റെ പല സിദ്ധാന്തങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കുറച്ചുകൂടെ റിഫൈൻഡ് ആയ ഒരു അവസ്ഥയിൽ മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമായിരുന്നു ഈ പോയ 5 വർഷക്കാലം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അതിന് ചേട്ടാ നമ്മളിപ്പോ സംസ്ഥാനം മാത്രമല്ല മോളിൽ നിന്ന് എടുത്തു നോക്കിയത് കോൺഗ്രസിന് അത് ചെയ്യാൻ സ്വയം അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ അവർ തയ്യാറല്ല. അതിനെ അംഗീകരിക്കാനോ അതിന് പാർട്ടിക്കുള്ളിലുള്ള രാഹുൽ ഗാന്ധി എന്താ ചെയ്തിട്ടുള്ളത് ദയനീയ തോൽവിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന പാർട്ടിക്ക് അകത്തുള്ള പോരായ്മകളെ പരിഹരിച്ച് മുന്നോട്ട് പോവാന്നുള്ളത് കോൺഗ്രസിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ എങ്ങനെ വെട്ടാം, അല്ലെങ്കിൽ ഇപ്പൊ NDA ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ എങ്ങനെ വെട്ടിയിടാം. അപ്പൊ അപ്പോഴും ഇവിടെ സ്വന്തം പാർട്ടി ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അതായത് ഇപ്പൊ തന്നെ ഈ ഒരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം വന്നപ്പോൾ പോലും അത് ശരിയാണോ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അതും എവിടെ കൊണ്ടിടാൻ CPMന്റെ അല്ലെ LDF ഭരണത്തിന്റെ തലയിൽ കൊണ്ടിടാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അതിനകത്തൊരു ശുദ്ധികലശം നടത്താനോ അതിനകത്ത് നിന്നൊരു പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ ഇനിയെങ്കിലും ഇതൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ് കോൺഗ്രസിന്റെ. അത് മുകളിലെ തലം തൊട്ട് ഇങ്ങോട്ട് താഴെ വരെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി മുതൽ നമുക്ക് ഈ താഴോട്ട് വരെ എടുക്കാം. അതാണ് അവസ്ഥ. അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ക്ലിയർ ചെയ്യാൻ താല്പര്യമില്ല. മറ്റുള്ളവരുടെ തലയിൽ ഇങ്ങനെ ചുമത്തി കൊടുത്തിട്ട് അത് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പോയ 5 വർഷം റിഫൈൻ ചെയ്യാനുള്ള കാലഘട്ടമായിരുന്നു. ഒരു കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് കുറച്ച് നേതാക്കന്മാരെ സ്കൂട്ടണിയൊക്കെ നടത്തി ആരെങ്കിലും പുറത്താക്കണമെങ്കിൽ അവരെ പുറത്താക്കി കുറച്ചുകൂടെ പെർഫെക്റ്റ് ടീം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കടക്കേണ്ടിയിരുന്ന ഈ 5 വർഷക്കാലം കോൺഗ്രസ് പോയത് അതിന്റെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ്. ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാർ പുനരധിവാസ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്തി കൃത്യമായി ഒരു ഒരു വിഷനോട് കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ ഇവിടെ നന്നായിട്ട് അടുത്ത തവണ ഭരണം കിട്ടേണ്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്
അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. അതായത് 2026 ഇവിടെ അധികാരം കിട്ടുക എന്നുള്ളത് നിലനിൽപ്പാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ല. 2026 കൂടെ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിക്ക് പ്രസക്തി ഇല്ലാതാവുകയാണ്. കാര്യം ദേശീയ തലത്തിലും ഇല്ല, സംസ്ഥാന തലത്തിലും ഇല്ല എന്ന് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോകും. പേരിട്ട് വിളിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ 2026 അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്ന ഒരു പാർട്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും സംസ്ഥാനത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ഒന്നാലോചിച്ചു, ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് സമാഹരിക്കണം. UDFന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫണ്ട് പിരിച്ചിട്ട് അതിൽ ജനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഫണ്ട് വെട്ടിക്കൽ നടത്തിയെന്ന് പറയുന്നു, അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വിളിച്ചിട്ട് എവിടെ പോയടാ പൈസ എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം സണ്ണി ജോസഫിനോ അല്ലെങ്കിൽ ഇവിടുത്തെ കെ സുധാകരനോ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതൊന്നും കഴിയാതെ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കുറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു 5 വർഷക്കാലത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു ടീമാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. സ്വയം അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ അവരെ തെളിയിച്ചു കൊടുക്കുക. ഞങ്ങളെ കൊണ്ട് ഒരു കെൽപ്പുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ തമ്മി തല്ലാൻ അല്ലാതെ, ഞങ്ങളെ കൊണ്ട് തമ്മി തല്ലാനും കട്ടുമുടിക്കാനും അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ എന്താ പറയുക സ്ഥാപിച്ചെടുക്കുക ശരിക്കും കോൺഗ്രസ് ചെയ്തത്. ഞങ്ങൾക്ക് പിന്നെ വേറൊരു ക്വാളിറ്റി പെണ്ണ് പിടിക്കാനും അറിയാം എന്ന് പറയുന്ന മറ്റൊരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്. അതല്ല ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊടുത്തു. ജനങ്ങൾ മനസ്സിലാക്കുന്ന ഇതാണ്, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു വശത്ത് വികസനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നോക്കുമ്പോൾ അതിലൊന്നും ഈ സ്വർണ്ണക്കടത്തൊന്നും ഇതിനകത്തൊന്നും ഒരു ഭാഗമേ വരില്ല. സ്വർണ്ണക്കടത്തൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കാനേ പോകുന്നില്ല. കാര്യം എന്താണ്? അത് കൃത്യമായി അല്ലെങ്കിൽ സർക്കാർ പറയണമായിരുന്നു അന്വേഷണം വേണത്തിന് ഞങ്ങൾ സംസ്ഥാന തലത്തിൽ നിന്ന് അന്വേഷണം നടത്താം എന്ന് സർക്കാർ അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ ശരി, അതിനകത്ത് എവിടെയോ കള്ളത്തരമുണ്ട്. അതേസമയം ഹൈക്കോടതി ഇങ്ങനെ നിർദ്ദേശം വെച്ചപ്പോൾ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ സുതാര്യമായ ഒരു നിലപാടെടുത്ത പാർട്ടിയാണ് CPM അല്ലെങ്കിൽ സർക്കാർ. അപ്പോൾ ആരെയും പിന്തുണയ്ക്കുന്നുമില്ല, ആരെയും പൊതിഞ്ഞു മൂടി വെക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ജനങ്ങൾ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് കള്ളക്കടത്തിൽ ഒരു പാർട്ടിക്കാരൻ അറസ്റ്റിലാവുന്നു എന്നുള്ളതൊന്നും അല്ല. ശരിക്കും അവിടെ സർക്കാർ എടുത്ത നിലപാടാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇവിടെ അതേസമയം എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടത്. ഇത് രണ്ടും വെച്ചിട്ട് ആൾക്കാർ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലത് CPM അല്ലേ, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതല്ലേ നല്ലത്. അവർ കുറച്ചുകൂടെ പിന്നിലേക്ക് ചിന്തിച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുട്ടികൾക്ക് പുസ്തകം പോലും കിട്ടിയിരുന്നില്ല. കുട്ടികൾക്ക് പുസ്തകം കിട്ടിയിരുന്ന സ്കൂളുകൾ വ്യാപകമായി ലാഭമില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചിടേണ്ട ഗതിയിലേക്ക് വരെ പോയിട്ടുണ്ട് ആ UDF കാലഘട്ടത്തിൽ. യൂണിഫോം കിട്ടാതെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മര്യാദക്ക് കിട്ടാതെ ഒരുപാട് ഉച്ചഭക്ഷണം മര്യാദക്ക് കിട്ടാന്ന് മാത്രമല്ല, ഉച്ചഭക്ഷണത്തിനകത്ത് എലി ചത്ത് കിടന്നിട്ടുണ്ടെന്നേ, എലി ചത്ത് കിടന്നിട്ടുണ്ട് ഉച്ചഭക്ഷണത്തിൽ. ആ അവസ്ഥയൊക്കെ UDFന്റെ കാലഘട്ടത്തിലുണ്ടായി. അതൊന്നും ഇല്ലാതെ തന്നെ ഇന്ന് സ്കൂളുകളിൽ എന്താ കിട്ടുന്നത്? വിഭവസമൃദ്ധമായ ആഹാരം കിട്ടുകയാണ്. കഞ്ഞിയും പയറും മാത്രമല്ല ഇന്ന് സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തെ അല്ലേ സ്വാഗതം ചെയ്യേണ്ടത്? അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് അല്ലാതെ ഈ കിടം തമ്മിത്തല്ലുന്നവർ നാളെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതേ പോര് തന്നെ അവിടെ സെക്രട്ടേറിയറ്റിലും കാണിക്കും. ആ പോര് ഉണ്ടാകുന്ന സമയത്ത് അതൊരു വലിയ പ്രതിസന്ധിയായി ജനങ്ങളിലേക്ക് പോകും. അവിടെ വലിയൊരു ഭരണ സ്തംഭനം ഉണ്ടാവും, ഭരണം തന്നെ നടക്കാത്തൊരു ഗതികേടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഗതികേടാണോ ജനം ആഗ്രഹിക്കേണ്ടത്? ഒരിക്കലുമല്ല. അങ്ങനത്തെ ഒരു ഗതികേടിലൊന്നും അല്ല വേണ്ടത്. നമുക്ക് നല്ല രീതിയിൽ ഭരണം പോകണം. ഇതുവരെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളൊക്കെ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ യൂസഫ് അലി പറഞ്ഞതിനെ നമുക്ക് പൂർണ്ണമായി സ്വാഗതം ചെയ്യാം. വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. ബാക്കി ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്, 3ാം വട്ടവും തന്നെ വരും.